പത്തരമാറ്റിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നവ്യ നയനയെ വിളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നയന കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നയന, ആരാ? ആദർശേട്ടനാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടനാണെങ്കിൽ ഞാൻ പറയില്ലേ, ഇത് വേറൊരാളാ. അപ്പോൾ നയന പറയുന്നുണ്ട്, സസ്പെൻസ് ഇടാതെ പറ ചേച്ചി. എടി, നിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതുകൊണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ കരുതി നീ ഞെട്ടുമെന്ന്. ഇത് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, നിനക്ക് ഇത്രയും ഇഷ്ടമാണോ നിൻ്റെ അമ്മായിയമ്മയെ? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കെപ്പോഴും എൻ്റെ അമ്മായിയമ്മയെ ഇഷ്ടമായിരുന്നല്ലോ ചേച്ചി, അമ്മയ്ക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാതിരുന്നത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അമ്മായിയമ്മ നിൻ്റെ മുമ്പിൽ കീഴടങ്ങിയതിൻ്റെ ഒരു സന്തോഷവുമുണ്ട് നിനക്ക് അല്ലേ? അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഭയങ്കര വാശിയിലാണല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിന് കാര്യമുണ്ട് നയനെ, അത്രയ്ക്ക് അഹംഭാവമല്ലേ നിൻ്റെ അമ്മയ്ക്ക്? ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ നിന്നെ അങ്ങോട്ടേക്ക് വിടുകയുള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് അത്ര വലിയ അഹങ്കാരമൊന്നുമില്ല ചേച്ചി. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ, ഇപ്പോൾ നീ അങ്ങനെയായോ? ഏതായാലും നീ വാ. നയനയെ കണ്ടതും ദേവയാനി പറയുന്നുണ്ട്, നീ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വാ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെ, ആദർശമോൻ വന്നപ്പോഴും ഞങ്ങൾ മോളെ കൂട്ടണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്രയധികം വാശി പിടിക്കുന്നത്? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത് വാശിയല്ല, ഞങ്ങൾ ചടങ്ങിൻ്റെ അന്ന് വന്നപ്പോൾ മോളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം കണ്ട് മനസ്സ് വല്ലാതെ നൊന്തുപോയി. എത്ര നാളായി ഇത് തുടരുന്നു? കല്യാണം കഴിഞ്ഞ നാൾ മുതൽ കാണുന്നതല്ലേ, ഇനിയും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കനകയും പറയുന്നുണ്ട്, കണ്ട് മടുത്തു, അത്രയ്ക്ക് സഹിച്ചു ഞങ്ങൾ. പിന്നെ നയനനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ, നിനക്ക് ആദർശിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങൾ അവിടെയുള്ള ഒരു ചടങ്ങിനും വരികയില്ല. നിനക്കൊരു വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഞങ്ങൾ വരില്ല. അപ്പോൾ ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും പറയാനില്ലേ? അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ടമ്മേ, ആദർശേട്ടൻ വിളിച്ച സമയത്ത് വരാൻ കഴിയാത്തതിൽ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവൻ നിൻ്റെ ഭർത്താവാണ്, അപ്പോൾ അവൻ വിളിച്ചാൽ നീ വരേണ്ടതല്ലേ? അതിനിടയ്ക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതാ ശരി, ഭർത്താവ് വിളിച്ചപ്പോൾ അവൾ പോകേണ്ടതാണ്, അതുകൊണ്ട് മോള് പോയിക്കോ, ഞങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് മോള് പോയിക്കോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇതാ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്, എന്താ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്നേരം കനക പറയുന്നുണ്ട്, അപ്പോൾ നിൻ്റെ അമ്മ ചെയ്തതൊക്കെ ശരിയാണോ? ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾക്കിനി നയന മോളെ അങ്ങോട്ടേക്ക് വിടാൻ താല്പര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, ആദർശ് അമ്മ പറയുന്നതിനപ്പുറം നിൽക്കാത്ത മോനാണ്. അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിലുള്ള മോളുടെ ജീവിതം പരുങ്ങലിൽ തന്നെയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദർശ് ഇപ്പോൾ ഇവളെ കൂടെ കൂട്ടുന്നില്ലേ? ഇവളിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അല്ലേ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരു അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുമ്പോഴേ ആ വീട്ടിൽ അവൾക്ക് അർഹിക്കുന്ന സ്ഥാനം കിട്ടുകയുള്ളൂ. ഇപ്പോഴും ആദർശിൻ്റെ അമ്മയ്ക്ക് മോളോട് വെറുപ്പല്ലേ? മോള് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നല്ലേ ഇപ്പോഴും ആദർശിൻ്റെ അമ്മ ചിന്തിക്കുന്നത്? അപ്പോൾ കനകയും പറയുന്നുണ്ട്, ശരിയാ, 100 വട്ടം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മകളെ ഇനി അങ്ങോട്ട് വിടണമെന്ന് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല. ഇതൊക്കെ കേട്ട് നയനയ്ക്കും വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. ദേവയാനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എൻ്റെ മോൻ താലി കെട്ടിയ പെണ്ണാണ് ഇവള്, അവൻ്റെ ഭാര്യയെ എവിടെ നിർത്തണമെന്ന് അവനാ തീരുമാനിക്കുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്നാ മോൾ അങ്ങോട്ട് പോയിക്കോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് അമ്മയോടൊപ്പം പോയിട്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വരില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത് രണ്ടും കൂടി പറ്റില്ല, ഒന്നുകിൽ നീ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ വ്യക്തമായി അമ്മയോട് പറയണം ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന്. അന്നേരം കനകയും പറയുന്നുണ്ട്, മോളെ ശക്തമായ ഒരു തീരുമാനമെടുക്കുക, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇന്നൊരു അവസാന തീരുമാനമെടുക്കാനാണ് ഞാൻ വന്നത്. ഇനി ഞാൻ പോകുമ്പോൾ എനിക്കൊപ്പം ഇവളും വരണം. ഞാൻ ഇവളെ കൊണ്ടുപോകും. ഇവളുടെ കഴുത്തിൽ ഒരു താലിയുണ്ട്, എൻ്റെ മകൻ കെട്ടിയ താലി. അപ്പോൾ കനക പറയുന്നുണ്ട്, ആ താലിക്ക് വലിയ പ്രശസ്തിയൊന്നും ആദർശിൻ്റെ അമ്മ കൊടുക്കുന്നില്ലല്ലോ. പറയാറില്ലേ, മുഖം മറിച്ചിട്ടാണ് അവൾ കതിർമണ്ഡപത്തിലേക്ക് വന്നത് എന്നൊക്കെ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ പഴയ കഥകളല്ലേ, അതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു.
ഇനി മോളില്ലാതെ അനന്തപുരി തറവാട് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകില്ല. അതിപ്പോൾ ആദർശിന് മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോഴേക്കും ദേവയാനിയുടെ സ്വരമൊക്കെ ഇടറുന്നുണ്ട്. നയനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട്. കനകയ്ക്കും ഗോവിന്ദനുമൊക്കെ. ഏതായാലും അവർ വിചാരിച്ച ദിശയിലേക്ക് ദേവയാനി വരുന്നതിലുള്ള സന്തോഷവുമുണ്ട്. ദേവയാനി പിന്നെയും തുടരുന്നുണ്ട്. ഇനി തർക്കിക്കാനൊന്നും ഞാനില്ല. എനിക്കിനി സംസാരിക്കാനും കഴിയില്ല. കല്യാണം കഴിഞ്ഞാൽ സ്വന്തം മക്കളുടെ ഭാവിയല്ലേ അച്ഛനും അമ്മയും നോക്കേണ്ടത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ തടസ്സമൊന്നും നിൽക്കുന്നില്ലല്ലോ. പിന്നെ ദേവയാനി എല്ലാം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എൻ്റെ ജീവൻ നിലനിർത്തിയ നയനമോളെ എനിക്കൊരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയില്ല. ഇവളെ ഞാൻ എൻ്റെ മരണം വരെ ചേർത്ത് പിടിക്കും. മറ്റാരേക്കാളും, എൻ്റെ മോനേക്കാളും എനിക്കിപ്പം എൻ്റെ ഈ മോളോട് സ്നേഹമാണ്. അത് പറഞ്ഞ് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കണ്ടുനിന്ന കനകയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. കനക പിന്നെ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ ദേവയാനി ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനായിരുന്നു ഈ വളച്ചു കെട്ടലൊക്കെ? അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ കള്ളം പറയാത്ത മോളായിരുന്നു നയനമോള്. ഈ വീട്ടിൽ ഞങ്ങളുടെ അടുത്ത് നാടകം കളിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി അവൾ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചു, അമ്മയ്ക്കൊപ്പം ചേർന്ന്. പിന്നെ കനക എല്ലാം പറയുന്നുണ്ട്. അമ്മയും മരുമകളും ഒന്നിച്ച കാര്യം മനസ്സിലാക്കിയതും അങ്ങനെ നിങ്ങളുടെ നാടകം പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞങ്ങളൊരു സീൻ ഉണ്ടാക്കി നാടകം കളിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നവ്യമോൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് കനക. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇനി മോളെ കൊണ്ടുപോയാൽ ഇങ്ങോട്ട് വിടുകയേ വേണ്ട. അങ്ങനെ എല്ലാവരുടെ മുഖത്തും നല്ല ആശ്വാസവും സന്തോഷവും ഉണ്ടിപ്പോൾ. ദേവയാനി നയനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ എൻ്റെ അമ്മയും ഇങ്ങനെ മാറിയാൽ മതിയായിരുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചിയുടെ അമ്മയമ്മ ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് ശരിയാ, എൻ്റെ ജീവൻ കൊടുത്ത് അമ്മയെ രക്ഷിച്ചാൽ പോലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിലുള്ള സന്തോഷമായിരിക്കും അവർക്ക്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ എല്ലാവരും ചർച്ചയിൽ തന്നെയാണ്. നയന വരാത്തത് കാരണം എല്ലാവരും വളരെയധികം വിമ്മിഷ്ടത്തിലാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ദേവയാനിയോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. അപ്പോൾ ജയനും പറയുന്നുണ്ട്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് നമ്മളോട് എല്ലാവരോടും പിണങ്ങാനും മതി. മുത്തശ്ശൻ പറയുന്നുണ്ട്, വേറെ ആരിവിടുന്ന് പോയാലും സാരമില്ല, പക്ഷേ നയനമോൾ ഒരു ദിവസം ഈ വീട്ടിലില്ലെങ്കിൽ വീടിൻ്റെ താളം തെറ്റും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാ, രാവിലെ ഒരു ചായയുമായി വരുമ്പോൾ അവളുടെ മുഖം കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അന്നേരം ജയൻ ആദർശനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ അതിരാവിലെ അമ്പലത്തിൽ പോയതാണല്ലോ, ഇനിയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാകും. നയനമോൾ എത്രയും പെട്ടെന്ന് വരണമെന്ന്. കാരണം അവളില്ലാതെ ആദർശന് പറ്റില്ലല്ലോ. ഏതായാലും ആദർശനെ വിഷമിപ്പിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് അവളുടെ പെരുമാറ്റം മാറ്റണം. ഏതായാലും ഒരു ദിവസം കൂടി നോക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ ഞാനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് പോകാം. എന്നിട്ട് ഗോവിന്ദൻ്റെയും കനകയുടെയും കാല് പിടിച്ചിട്ടായാലും നയനയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ കാണിക്കുന്നത് കനകയുടെ വീടാണ്. അവിടെ എല്ലാവരും ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിനിടെ ദേവയാനി നവ്യയോട് പറയുന്നുണ്ട്, മോളെ നീ ഭക്ഷണമൊക്കെ ശരിയായി കഴിക്കണം, ശരീരമൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് നിൻ്റെ വയറ്റിലുള്ളത്. പിന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അനി നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അനിയും അനാമികയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അവർ തമ്മിൽ വഴക്കൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് വളരെ കാലം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മോള് കുറച്ച് ശ്രദ്ധിക്കണം. അനിയിൽ നിന്ന് കുറച്ച് അകന്നു നിന്നാലും കുഴപ്പമില്ല. പിന്നെ കനക പറയുന്നുണ്ട്, ഈ ഒത്തൊരുമിച്ചതിൻ്റെ സന്തോഷത്തിന് നല്ല സദ്യ തന്നെ ഉണ്ടാക്കേണ്ടതായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനെന്താ, ഒരു ദിവസം സദ്യ ഉണ്ടാക്കി ഞങ്ങളെ വിളിച്ചാൽ പോരെ, ഞാനും നയനയും വന്ന് കഴിച്ചുകൊള്ളാം. ഇപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. Thanks for watching.